ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഏറ്റവും മികച്ച ഓഫറുകൾ. Only at Regalia Golden Diamond, Chawakad. 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്. ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്. പ്ലാറ്റിനം പോലെ സിൽവർ. ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ നഗരസഭയുടെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആവശ്യമായ പുരുഷ തെറാപ്പിസ്റ്റുകളില്ല. ചികിത്സ മുടങ്ങി രോഗികൾ ദുരിതത്തിൽ. ഗുരുവായൂർ നഗരസഭയുടെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലാണ് ആവശ്യത്തിന് പുരുഷ തെറാപ്പിസ്റ്റുകൾ ഇല്ലാത്തത്. അതിനാൽ ചികിത്സ ലഭിക്കാതെ രോഗികൾ ദുരിതത്തിലാണ്. ഗുരുതര രോഗാവസ്ഥയിൽ വന്നവർ പോലും ഒരു മാസമായി ചികിത്സ കിട്ടാതെ വലയുകയാണ്. കൂടാതെ കിടത്തി ചികിത്സയ്ക്കെത്തിയ രോഗികളുടെ അവസ്ഥയും ഇതുതന്നെ. ഒരു പുരുഷ തെറാപ്പിസ്റ്റ് മാത്രമാണ് ആശുപത്രിയിലുള്ളത്. അതിനാൽ പൂർണ്ണമായും ലഭിക്കേണ്ട ചികിത്സ പാതി വഴിയിൽ മുടങ്ങി പലരും മടങ്ങേണ്ട സ്ഥിതിയാണ്. വിവരമറിഞ്ഞ് ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷാംഗങ്ങൾ ആശുപത്രിയിലെത്തി സന്ദർശനം നടത്തി. കൗൺസിലർമാരായ KP ഉദയൻ, KPA റഷീദ്, CS സൂരജ്, VK സുജിത് എന്നിവരാണ് ആശുപത്രിയിലെത്തിയത്. ചീഫ് മെഡിക്കൽ ഓഫീസറുമായി സംസാരിച്ച കൗൺസിലർമാർ വിഷയം ഉന്നത അധികൃതരെ ധരിപ്പിക്കുമെന്നും അറിയിച്ചു. ആശുപത്രിയിൽ മതിയായ പുരുഷ തെറാപ്പിസ്റ്റുകളില്ലാത്തത് തുടർച്ചയായ ചികിത്സാ സംവിധാനം മുടങ്ങുവാൻ കാരണമാകുമെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. നഗരസഭയുടെ ആയുർവേദ ആശുപത്രി കെട്ടിടം പുതിയത് പണിയുന്നതുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ടാണ് ഈ അമ്പാടി ബിൽഡിംഗിലേക്ക് ഈ കേന്ദ്രം മാറ്റിയത്. ഇത് മാറ്റുമ്പോൾ തന്നെ, മാറ്റാനായി തീരുമാനമെടുക്കുമ്പോൾ തന്നെ ഞങ്ങൾ നിരന്തരം ഇവിടുത്തെ പോരായ്മകളെയും ഇവിടുത്തെ പരിമിതികളെയും കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും തന്നെ അന്ന് മുഖവിലക്കെടുക്കാതെയാണ് ഇത്തരത്തിലുള്ള ഒരു കേന്ദ്രത്തിലേക്ക് ഈ ആയുർവേദ ആശുപത്രി മാറ്റിയത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇവിടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണുള്ളത്. ഇത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്, ഈ ആയുർവേദ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല, ആവശ്യത്തിന് ഉഴിച്ചിലുകാരില്ല. ഒരു 10 ദിവസം ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ അഡ്മിറ്റായ പേഷ്യൻ്റ് ഒരു മാസമായിട്ടും അവരെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതിന് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതിൻ്റെ പോരായ്മകളാണ് അവരവിടെ അനുഭവമായി പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇന്ന് CMOനെ, ചീഫ് മെഡിക്കൽ ഓഫീസറെ കണ്ടു, അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അവർ പറഞ്ഞത് ഉഴിച്ചിലിനായിട്ടുള്ള പ്രത്യേക വിദഗ്ധരെ അവിടെ ഇല്ല. ഉള്ള ഒരു വ്യക്തിക്ക് തന്നെ ലീവ് എടുത്ത് പോകേണ്ടി വന്നാൽ അത്രയും ദിവസം ചികിത്സ മുടങ്ങുന്ന സ്ഥിതിയാണ് ഈ ഗുരുവായൂർ നഗരസഭയുടെ ആയുർവേദ കേന്ദ്രത്തിലുള്ളത്. ഇത് രോഗം ശമിക്കുന്നതിനേക്കാൾ ഉപരി ആളുകളെ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിന് തുല്യമാണ്. അതടക്കം ഞങ്ങൾ CMOയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. അവർ അവരുടെ മേലുദ്യോഗസ്ഥന്മാർക്ക് ഇതിൻ്റെ അറിയിപ്പ്, നിർദ്ദേശം പരാതിയായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യവും ഇവിടെ ചികിത്സിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചികിത്സിക്കുക, രോഗം മാറാനായി വരുന്നവരെ കൂടുതൽ രോഗാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന സമീപനം നഗരസഭയുടെയോ ആയുർവേദ ആശുപത്രിയുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ആവശ്യപ്പെടാനുള്ളത്. എന്നാൽ ഡിപ്പാർട്ട്മെന്റ് ഒരു പുരുഷ തെറാപ്പിസ്റ്റിനെ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമാ കെ ശങ്കർ പറഞ്ഞു. അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഒരു തെറാപ്പിസ്റ്റാണ് സ്ഥാപനത്തിലുള്ളത്. ഈ ഒരു തെറാപ്പിസ്റ്റിനെ വെച്ചിട്ട് നമുക്ക് സ്ഥാപനത്തിൽ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ചിരിക്കുന്ന ഫീമെയിൽ തെറാപ്പിസ്റ്റിനെയാണ്. നാഷണൽ ആയുഷ് മിഷൻ തെറാപ്പിസ്റ്റിനെ അനുവദിച്ചതുകൊണ്ടാണ് ഫീമെയിൽ തെറാപ്പിസ്റ്റ് കൂടി നമുക്ക് ഉള്ളത്. അപ്പോൾ ഫീമെയിൽസിന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നടന്നു പോകും. 2 തെറാപ്പിസ്റ്റുകളുണ്ട്. ഒരാൾ ലീവ് ആകുമ്പോൾ മറ്റൊരാൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. മെയിലിന് ഡിപ്പാർട്ട്മെന്റ് തെറാപ്പിസ്റ്റിന്റെ പോസ്റ്റ് സാങ്ഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് നാഷണൽ ആയുഷ് മിഷനാണ് ഈ ഒരു തെറാപ്പിസ്റ്റിന്റെ പോസ്റ്റ് അനുവദിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മെയിൽ തെറാപ്പിസ്റ്റിന്റെ ഇടയ്ക്ക് ഒരു ലീവ് വരും. അവർക്ക് 15 ലീവ് ഉള്ളതാണ്, പബ്ലിക് ഹോളിഡേ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് ഈ തെറാപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് ശാരീരിക അധ്വാനമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അനുവദനീയമായിട്ടുള്ള ലീവ് അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ലീവ് വരുമ്പോൾ ഒരു ബ്രേക്ക്, ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയും പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. തെറാപ്പിസ്റ്റുകൾക്ക് അനുവദിച്ചത് പ്രകാരം ലീവ് എടുത്തു പോകുന്നതിനാൽ മതിയായ ദിവസങ്ങളിൽ ചികിത്സ പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. നാഷണൽ ആയുഷ് മിഷനാണ് തെറാപ്പിസ്റ്റുകളെ അനുവദിക്കുന്നത്. അതിനാൽ ഇത് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമാണെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമാ കെ ശങ്കർ പറഞ്ഞു. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആളൂക്കാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര, എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ,
അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആളൂക്കാരൻ ജുവല്ലറി, മുതുവട്ടൂർ, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി, ഒരുമനയൂർ. 916 BIS ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് 925 സ്റ്റെർലിംഗ് സിൽവർ ഓർണമെന്റ്സ്. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.